കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ വിശ്വസ്തരായിരിക്കണമെന്ന്. അപ്പോൾ ഭൂമിയിലുള്ള ഈ അഴിഞ്ഞു പോകുന്ന ഒരു സ്വത്തിന്മേൽ ഒരു വിശ്വസ്തത നമുക്ക് ഇല്ല എങ്കിൽ അഴിയാത്ത ഒന്നിനെ ദൈവം നമ്മളെ കയ്യിൽ എങ്ങനെ ഫലമേൽപ്പിക്കും എന്ന് കേൾക്കുകയാണ്. പ്രിയ ദൈവഭേദരെ, നാം ഇന്ന് മനുഷ്യരുടെ ഇടയിൽ നോക്കുമ്പോൾ അധികമായി ഇല്ലാത്ത ഒന്നാണ് വിശ്വസ്തത. നാം വിശ്വസിച്ച് ഒരാളെ കയ്യിൽ ഒരു കാര്യം നമ്മൾ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ അതിൽ വിശ്വസ്തയോട് അവർ ചെയ്യാതിരിക്കുന്നത് കാണാം. ഒരു യജമാനു കീഴെ ജോലി ചെയ്യുന്ന പണിക്കാർ അവരുടെ ആ ഒരു ടൈമിൽ അധികം അവർ പണിയെടുക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം അവർ ആ സമയങ്ങളെ ചെലവഴിച്ച് പോകാറുണ്ട്. അത് നിമിത്തം ആ യജമാനുണ്ടാകുന്ന നഷ്ടം വലുതാണ്. പ്രിയ ദൈവമക്കളെ, അതേപോലെ ഈ ഭൂമിക്കെടുത്ത ഒരു കാര്യത്തിൽ ദൈവം തന്നിരിക്കുന്ന ചില വേലകളുണ്ട്. ദൈവവേല ചെയ്യുക, ദൈവത്തിൻ്റെ സുവിശേഷം പറയുക എന്ന്. അപ്പോൾ അതിൽ ഒരു വിശ്വസ്തത നാം ഇന്ന് കാണിക്കാറുണ്ടോ എന്ന് കേട്ടാലില്ല. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ, സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. അതിലൊരു വിശ്വസ്തത നാം കാണുന്നില്ല. അപ്പോൾ നാം പ്രാർത്ഥിക്കാറില്ല. ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നാം ഇന്ന് ഭൂമിയിൽ നാം വിശ്വസ്തരായി ഇരുന്നില്ല എങ്കിൽ അഴിയാത്ത സ്വത്തായ ആ സ്വർഗത്തിലെ വലിയ മർമ്മങ്ങൾ, വലിയ കാര്യങ്ങൾ എങ്ങനെ ദൈവം നമ്മെ പരമേൽപ്പിക്കുമെന്നാണ് വചനം കേൾക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, സ്വർഗത്തിൽ പോകണം, സ്വർഗ കാര്യങ്ങളിൽ ഇടപെടണം, ദൈവജോലി ചെയ്യണം എന്നിരിക്കുന്ന നാം ആദ്യം വിശ്വസ്തത പാലിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളോട്, മക്കളോട്, മാതാപിതാക്കളോട്, നമ്മുടെ കമ്പനിയിൽ നമുക്ക് ജോലി തന്നിരിക്കുന്ന നമ്മുടെ മുതലാളിയോട്, അതും ഗവൺമെൻറ്റിനോട്. ഇങ്ങനെ ലോകത്തിലുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതെല്ലാം ഈ ലോകത്ത് നമ്മുടെ ശ്വാസം പോകുന്നതോടെ നിലച്ചു പോകുന്നതാണ്. ഇതൊന്നും നമുക്കൂടെ വരുന്നതല്ല. പക്ഷേ ഇതിലൊക്കെ നാം ഒരു വിശ്വസ്തത പുലർത്തുമ്പോൾ കർത്താവ് ഒരു ദിവസം സ്വർഗത്തിലെ വലിയ കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാൻ മടിക്കയില്ല. നാം ഈ കാര്യങ്ങൾ, നമ്മുടെ കരങ്ങളിൽ ഇപ്പം തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നാം വിശ്വസ്തരല്ല എങ്കിൽ കാണാത്ത സ്വർഗരാജ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്കെങ്ങനെ വിശ്വസ്തത പുലർത്താൻ പറ്റും? ആയതുകൊണ്ട് പ്രിയ ദൈവവൈതലെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ക്രമം വരുത്തണം. ഇന്ന് കൂടിയ മറ്റും നമ്മൾ അടുത്തവർക്ക് നാം ദോഷം ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ വിശ്വസ്തത പാലിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം നാം മുൻകൈയെടുത്ത് നടത്തുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ വച്ച് ഞങ്ങൾ അടുത്ത് വരുന്ന ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളുടെ സഹ മനുഷ്യരോട്, സഹ കൂട്ടുകാരോട്, നമ്മുടെ കൂടെ ഇരിക്കുന്നവരോട് എല്ലാ കാര്യത്തിനും വിശ്വസ്തത പാലിക്കുവാനും, ദൈവമേ അങ്ങ് ഈ ഭൂമിയിൽ ഞങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന ദൈവമേ ആ സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി ദൈവമേ പൊരുതുവാനും, അനേകർക്ക് അങ്ങയുടെ ദൈവമേ സത്യസുവിശേഷത്തെ അറിയിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ വിശ്വസ്തരല്ല എങ്കിൽ അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റത്തില്ലെന്ന് വചനം പറയുമ്പോൾ, അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ കൊതിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കാൻ കർത്താവേ, നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.